കോഴിക്കോട് റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച വാഹനത്തെ ചൊല്ലിയുള്ള ആരോപണങ്ങൾ തള്ളി മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. വാഹനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പരിപാടിയിൽ പങ്കെടുക്കുന്ന മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമില്ലെന്ന് മന്ത്രിയുടെ പ്രതികരണം. ചിലരുടെ ചോര കുടിക്കാനാണ് ഇത്തരം വാർത്തകൾ നൽകുന്നതെന്നും മന്ത്രി വിമർശിച്ചു. വിക്രം മൈതാനിയിൽ നടന്ന റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കെത്തിയപ്പോഴാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കരാർ വാഹനം ഉപയോഗിച്ചത്. എന്നാൽ വാഹനത്തിൽ കയറുന്നതിനു മുൻപ് വണ്ടിയുടെ RC ബുക്കും മറ്റും നോക്കാൻ മന്ത്രിക്കാവുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. വിഷയത്തിൽ നിയമലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. അതേസമയം ചിലരുടെ ചോര കുടിക്കാനാണ് ഇങ്ങനെ വാർത്തകൾ നൽകുന്നതെന്നും കളക്ടറോടും ജില്ലാ പോലീസ് മേധാവിയോടും വിശദീകരണം ചോദിച്ചുവെന്നും മന്ത്രി പ്രതികരിച്ചു. വാഹനത്തിന്റെ RC ബുക്ക് പരിശോധിക്കാൻ എന്തായാലും മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമില്ല. ആ വണ്ടിക്ക് എല്ലാ കടലാസും ഉണ്ടോ എന്നൊന്നും പരിശോധിച്ചിട്ട് ഒരു മന്ത്രിക്ക് അതിൽ കയറാൻ പറ്റില്ല. ഇപ്പോൾ വിവാദമായപ്പോൾ ജില്ലാ കളക്ടറോട് സംസാരിച്ചു. എല്ലാ പ്രൊസീജിയറും പാലിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ കളക്ടറും പറഞ്ഞിട്ടുള്ളത്. അത്രേ എനിക്കറിയൂ. ഇത് വെറുതെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി ആകെ ഒരു കുഴപ്പമുണ്ടാക്കി പോവുക എന്ന്, ചിലരുടെ ചോര കുടിക്കുക, വല്ലാത്ത ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് വാർത്തകൾ ഇങ്ങനെ കൊടുക്കുക. നമ്മളെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമല്ല. കാരണം ജനങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. മാവൂരിലെ വിപിൻദാസിന്റെ ഉടമസ്ഥതയിലുള്ള കൈരളി കൺസ്ട്രക്ഷന്റെ വാഹനമാണ് പരേഡിനായി ഉപയോഗിച്ചത്. പോലീസ് സേനയിൽ നിന്ന് ദിവസങ്ങൾക്ക് മുന്നേ വാഹനം ആവശ്യപ്പെട്ടതായി വാഹന ഉടമ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. തുറന്ന ജീപ്പ് സേനയിൽ ലഭ്യമല്ലാത്തതുകൊണ്ടാണ് സ്വകാര്യ വാഹനം ഉപയോഗിച്ചതെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. ബീഹാറിൽ BJP സഖ്യ സർക്കാരിന് കളമൊരുക്കി മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് രാജിവെച്ചേക്കുമെന്ന സൂചന. BJPയുടെ പിന്തുണയോടെ നിതീഷ് ഞായറാഴ്ച വീണ്ടും മുഖ്യമന്ത്രിയായി